നമസ്കാരം. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പേരിൽ കള്ളക്കണ്ണീരൊഴുക്കുന്ന പ്രതിപക്ഷവും UDF മാധ്യമങ്ങളും ലക്ഷ്യം വെക്കുന്നത് ഇതേ ഭൂമിയിൽ നടക്കാൻ പോകുന്ന വികസനം തടയുക എന്നതാണ്. UDF സർക്കാരിന്റെ കരാറിൽ ഭൂമി തീരെഴുതാൻ ഉൾപ്പെടെയുള്ള എല്ലാ അവകാശങ്ങളും ടികോമിന് നൽകി. LDF സർക്കാരാണ് അത്തരം നിബന്ധനകൾ നീക്കി കേരളത്തിന് അനുകൂലമായി കരാർ വെച്ചത്. ആവശ്യക്കാർക്ക് ഭൂമി നൽകുന്നതിനും നൂലാമാലകൾ പെട്ട് ഉപയോഗശൂന്യമായി പോകാതിരിക്കുന്നതിനുമാണ് സർക്കാർ ശ്രമം. 100 ഏക്കർ ഭാട്ടഭൂമിയും 136 ഏക്കർ അധിക ഭൂമിയും 38 കോടി രൂപയ്ക്ക് വിൽക്കാനായിരുന്നു UDF കരാർ. LDF സർക്കാർ വിൽപ്പന ഒഴിവാക്കി എന്നു മാത്രമല്ല, മുഴുവൻ ഭൂമിയും പാട്ടത്തിനാക്കി. ഇൻഫോ പാർക്ക് 109 കോടി രൂപയ്ക്കും ടികോമിന് വിൽക്കുന്നതിനും അതിന്റെ ബ്രാൻഡ് നെയിം ടികോമിന് നൽകുന്നതിനും നിശ്ചയിച്ചിരുന്നുവെന്നും പ്രതിപക്ഷം മറച്ചുവെക്കുന്നു. എന്നാൽ LDF സർക്കാർ ഇൻഫോ പാർക്ക് വിട്ടു നൽകിയില്ല. UDF മാധ്യമങ്ങളെ ഒഴിവാക്കിയവരും വിദഗ്ധരും പറയുന്നത് ഭൂമി ഏറ്റെടുത്ത് വികസന സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നാണ്. UDF സർക്കാരുകൾ നടത്താറുള്ള പൊള്ളയായ പ്രഖ്യാപനങ്ങളും കൊള്ളയുമാണ് അന്നത്തെ സ്മാർട്ട് സിറ്റി കരാർ ഓർമ്മിപ്പിക്കുന്നത്. ലോകം ഇനിയും കേരളത്തിലേക്ക് വരുമെന്ന് പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടി സ്മാർട്ട് സിറ്റി ഉദ്ഘാടനം ചെയ്തപ്പോഴും സമാന ഫലമായിരുന്നു. ഇൻഫോ പാർക്കിലെ ചില കമ്പനികളിലേക്ക് ഇതിലേക്ക് മാറ്റി. ബാലവാടി, തട്ടുകട, വൈദ്യശാല, വക്കീൽ ഓഫീസ്, ബാങ്ക് എന്നിവയാണ് അന്ന് സ്മാർട്ട് സിറ്റിയിൽ തുടങ്ങിയതെന്നും വാർത്ത വന്നതാണ്. അതിനു മുമ്പ് പ്രഖ്യാപിച്ച 50,000 കോടി രൂപയുടെ നിക്ഷേപക പദ്ധതിയായ ജിം, അതേ പദ്ധതികൾ പേരുമാറ്റിയുണ്ടാക്കിയ എമർജിംഗ് കേരളയും ഖജനാവിൽ പണം ദൂർത്തടിക്കുക മാത്രമായിരുന്നു. 2003 ജനുവരി 18 നടത്തിയ ആഗോള നിക്ഷേപ സംഗമം, അതാണ് ജിം, പേരുമാറ്റിയാണ് എമർജിംഗ് കേരളയായത്. വൻ പ്രതിഷേധത്തെ തുടർന്ന് ആദ്യം 36 പദ്ധതികളും പിന്നീട് 2 പദ്ധതികളും റദ്ദാക്കി. പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾ എത്ര എണ്ണം നടപ്പാവും എന്നത് കാത്തിരുന്ന് തന്നെ കാണാം. ജിമ്മിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് 2002-2003 ബഡ്ജറ്റ് 5 കോടി രൂപ നടത്തിപ്പിനായി നീക്കിവെച്ചുകൊണ്ടായിരുന്നു. 50,000 കോടി രൂപ നിക്ഷേപവും 10,000 പേർക്ക് തൊഴിലും എന്നതായിരുന്നു വാഗ്ദാനം. എന്നാൽ മലമ്പുഴ പെരിയാർ വെള്ള വിൽപ്പന, കുമരകം, കോവളം എന്നിവിടങ്ങളിലെ പദ്ധതികളും കടൽ മൺ ഖനനം, ഗോൾഫ് കോഴ്സ്, കരിമണൽ ഖനനം എല്ലാം ജനങ്ങളുടെ പ്രതിഷേധം ക്ഷണിച്ചു വരുത്താൻ മാത്രമാണ് ഉപകരിച്ചത്. ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രി തന്നെ വാഗ്ദാനം ചെയ്ത 10,000 കോടി നിക്ഷേപത്തിൽ 10-1 പോലും തുടർന്നുള്ള 5 വർഷത്തിനകം കേന്ദ്ര നിക്ഷേപമായി വന്നിട്ടില്ല. 95 കമ്പനികളുമായി ഒപ്പിട്ട ധാരണാപത്രത്തിൽ നടപ്പാക്കപ്പെട്ട വിരലിൽ എണ്ണാവുന്നത് മാത്രമാണ്. പദ്ധതികളിൽ റിലയൻസിന്റേത് ഉൾപ്പെടെ പലതും അവരുടെ ദേശീയ വിപണന ശൃംഖല കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു. ജിം മാമാങ്കം നടത്തി 11,159 കോടി രൂപയ്ക്കുള്ള ധാരണാപത്രങ്ങൾ ഒപ്പുവെക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും 3 കോടിയുടെ നിക്ഷേപം പോലും വന്നില്ല. എന്നാൽ ഇന്ന് കേരളത്തിന്റെ IT വ്യാവസായിക രംഗത്ത് വന്ന മാറ്റങ്ങൾ ആരെങ്കിലും പറഞ്ഞു കാണിക്കേണ്ട അവസ്ഥയുമില്ല. കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി സ്ഥലം കൂടി വികസിക്കുന്നത് സഹിക്കാൻ കഴിയാത്തതാണ് ഇപ്പോഴത്തെ ഹാലിളക്കത്തിന് കാരണം. അതായത് UDFന്റെ ഇപ്പോഴത്തെ ഹാലിളക്കത്തിന് യഥാർത്ഥ കാരണം.